Hi all, good morning and welcome back. അപ്പോൾ ഫിസിയോളജിയുടെ ക്ലാസ് ഒന്നുകൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ സൈക്കോളജി ഏറ്റവും പേടിയുള്ള സബ്ജക്റ്റ് ആണെന്നൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് മാർക്ക് വീഴുന്നില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, എന്റെ പണ്ടത്തെ ഫേം ആയിരുന്നു സൈക്കോ ക്രാഷ്. മേ ബി ആരെങ്കിലും സൈക്കോ ക്രാഷ് നോട്ട് കണ്ടിട്ടുണ്ടോ? സൈക്കോ ക്രാഷ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഫേമാണ് സൈക്കോ ക്രാഷ്. എന്റെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോ സൈക്കോ ക്രാഷിന്റെ നോട്ട്സ് ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ് പല സ്ഥലത്തും. പിന്നെ സൈക്കോസ്റ്റയുടെ പഴയ 1-2 PDFs കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ചില കുട്ടികളൊക്കെ അത് പഠിച്ച് അത് കണക്ക് എഴുതി വെക്കുന്നതും അത് കോപ്പി അടിച്ച് വെക്കുന്നതും ഒക്കെ ഉണ്ട്. മാർക്ക് വീഴൂല. ഒരിക്കലും അതൊന്നും നിങ്ങൾക്ക് മാർക്ക് വീഴാൻ പോകുന്നില്ല. മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. അവിടെ ഏറ്റവും നിർബന്ധം എന്താണ്? കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. അതുകൊണ്ടാണ് സൈക്കോളജിക്ക് ഇപ്പം ഒരു മോളെ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു, മാം എനിക്ക് എല്ലാത്തിനും ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെയാണ്, പക്ഷെ സൈക്കോളജിക്ക് എനിക്ക് മാർക്ക് വീഴുന്നില്ല. അപ്പോ ഈ PDFs സർക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എല്ലാ വർഷവും 1-2 റാങ്ക് ഹോൾഡേഴ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 4 years ആയപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആ 4 years പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതലാണ് 4 yearsന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷെ 3 year വരെ, അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള ഇയറിൽ നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ വർഷവും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഇവരെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവരും ഈ PDF തന്നെയാണ് പഠിക്കുന്നത്. ഈ സ്പ്രെഡ് ആയിട്ടുള്ള PDF പഠിക്കുന്നവരും ഇഷ്ടംപോലെ ഉണ്ട്. ഡിഫറൻസസ് ഞങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇതെന്താണ് കോൺസെപ്റ്റ് എന്ന്, ആ കോൺസെപ്റ്റ് ആണ് അവർ ഓൺ വേർഡ്സിൽ. സോ ആ രീതിക്ക് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നല്ല മാർക്ക് വാങ്ങാനുള്ള കുറച്ചധികം വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ഇന്റലിജൻസിന്റെ ആയിക്കോട്ടെ, അതുപോലെ പേഴ്സണാലിറ്റിയുടെ ആയിക്കോട്ടെ, ഞാൻ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ബാക്കി മെയിൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിക്കോളാം. ആദ്യം 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യാം. 24 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ നോക്കുന്നത്. പേഴ്സണാലിറ്റി എന്താണെന്നും ഇന്റലിജൻസ് എന്താണെന്നും ഡെഫിനിഷൻ വിത്ത് ഇയർ കോട്ട് ചെയ്ത ആളും ആ ഡെഫിനിഷൻ 2 വൃത്തിക്ക് പഠിച്ചു കേട്ടോ. അതായത് പേഴ്സണാലിറ്റിയും ഇന്റലിജൻസും എന്തായാലും നിങ്ങൾക്ക് അറിയാലോ. ഏത് ഷോർട്ട് എസ്സേയിൽ ഉണ്ടാവും, എസ്സേയിൽ ഉണ്ടാവും, 2 മാർക്സിന് വരാം. സോ ഇത് വൃത്തിക്ക് എഴുതണമെങ്കിൽ എന്ത് വേണം? കോട്ട് ചെയ്ത ആളുടെ പേരും വർഷവും, 2 വർഷമല്ലേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെക്കാം. പേഴ്സണാലിറ്റി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. റെയ്മണ്ട് കാറ്റലിന്റെ സോസ് ട്രൈറ്റ് 16 റൈറ്റ്. ഇമോഷണൽ ഇന്റലിജൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് DAT ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിയൽ സെൽഫ്, നമ്മുടെ കാൾ റോജറിന്റെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫിലെ റിയൽ സെൽഫ് ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ വൺ ഓഫ് ദി മെത്തേഡ് ആണ് ഫോർ അസസിങ് പേഴ്സണാലിറ്റി. ഇവിടെ ഇന്റർവ്യൂ എന്താണെന്ന് ചോദിക്കും. പേഴ്സണാലിറ്റി അസസ് ചെയ്യാനുള്ള വൺ ഓഫ് ദി മെത്തേഡ് ആണ് ഇന്റർവ്യൂ എന്ന് എഴുതി വെക്കാം. സെക്കൻഡ് ഫോർമോട്ട് ടെസ്റ്റ് വൺ ഓഫ് ദി ഇന്റലിജന്റ് ടെസ്റ്റ് ആണ്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ എഴുതണം. ഇന്റലിജൻസ് ഇവിടെ നോക്കിയേ, ഇന്റലിജൻസ് റിപ്പീറ്റഡ് ആണ്. കാരണം സീലിംഗ് ഉണ്ടായിരുന്നു. എന്താണ് സീലിംഗ്? ഈ വർഷം സീലിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. സീലിംഗ് എന്താണ് സൈക്കോളജിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് എല്ലാം എഴുതാം. മൊത്തത്തിൽ നോക്കിയിട്ടായിരിക്കും അവർ 20 മാർക്ക്. ശരിക്കും ഓരോന്നും 2 മാർക്കിനാണ്. പക്ഷെ ഒന്നിനൊക്കെ 1 പോയിന്റ് ആണെങ്കിൽ അത് എഴുതി വെച്ചാലും നിങ്ങൾക്ക് കിട്ടും. സീലിംഗ് ഇല്ലാത്ത പക്ഷം 2 മാർക്കിന് 6 to 8 points, 6 points എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? പറഞ്ഞേ. ഇത് നോക്കിയേ, സൈക്കോ ഡയനാമിക് അപ്രോച്ച് ആണ്. സൈക്കോ ഡയനാമിക് അപ്രോച്ച് ഷോർട്ട് എസ്സേയിലും എസ്സേയിലും വരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? അപ്പൊ ഷോർട്ട് എസ്സേയിലാണ് വരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? സൈക്കോ ഡയനാമിക്സ് എന്താണെന്ന് എഴുതാം. ഇഡ് ഈഗോ, സൂപ്പർ ഈഗോനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ
ഓരോ വരിയായിട്ടെങ്കിലും ഓരോ പോയിന്റ് ആയിട്ടെങ്കിലും മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കോൺഷ്യസ് അൺകോൺഷ്യസിനെ പറ്റി എഴുതാം. അത് പോരാതെ സൈക്കോസെക്ഷൽ സ്റ്റേജസിനെ പറ്റിയിട്ടും എഴുതാം. ഷോർട്ട് എസ്സേ ആവാം. അതായത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, സൈക്കോസെക്ഷൽ സ്റ്റേജസ്, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ. 10 മാർക്കിന് വരുന്ന സമയത്ത് ഡിഫൻസ് മെക്കാനിസം അതിൽ ഉൾപ്പെടുത്തണം. സ്റ്റേജസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ആൻസൈറ്റിനെ കുറിച്ചും എഴുതും. ഇത്രയും കാര്യങ്ങളും ഉൾപ്പെടുത്തണം. ഈ സൈക്കോ ഡൈനാമിക്സിനെ വിശദമായിട്ട് പറയുന്ന 3 ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾ PGക്ക് പോയാലും ഇനി അടുത്ത വർഷം 3rd ഇയറിൽ നിങ്ങൾക്ക് സൈക്കോ ഡൈനാമിക്സ് വരുന്നുണ്ട്, കൗൺസിലിംഗിൽ വരുന്നുണ്ട്, പല സബ്ജക്ട്സിൽ വരുന്നുണ്ട്. സോ നിർബന്ധമായിട്ടും ആ 3 വീഡിയോ കണ്ടവരാരെങ്കിലും ഉണ്ട്. ഇക്കൂട്ടത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഇക്കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടോ സൈക്കോ ഡൈനാമിക്സിന് ഞാൻ ഇട്ടത് 3 വീഡിയോ? ഫ്രോയിഡ് ആരാണെന്ന് മുതൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന വീഡിയോ ആണ്. എനിബഡി? ഓക്കെ, ആരും കണ്ടിട്ടില്ല? കണ്ടു നോക്കൂട്ടോ, അത്രയും നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഇനി ഫ്ലൂയിഡ് ഇന്റലിജൻസും, അപ്പൊ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എഴുതുമ്പോൾ ക്രിസ്റ്റൽ ഇന്റലിജൻസും എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണെന്ന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. DAT, IQ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബിഹേവിയറൽ ഒബ്സർവേഷൻ, പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. എന്താണ് ബിഹേവിയറൽ ഒബ്സർവേഷൻസ്? ബിഹേവിയർ സയന്റിഫിക് ആയിട്ട് ഒബ്സർവേഷൻ ചെയ്യുക, അതാണ് ബിഹേവിയറൽ ഒബ്സർവേഷൻ. അതിനെ കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിന് അറിയാലോ. ഒരു സൈഡ് ടു 1.25 സൈഡ് വരെ നിങ്ങൾക്ക് എഴുതും. ഒരു സൈഡ് നിർബന്ധമായിട്ട് എഴുതാം. 1.25 വരെ പോവാം. 1-2 അപ്പുറത്തോട്ടൊന്നും പോവണ്ട. ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നോക്കിയേ, ഡിസ്ക്രൈബ് എനി 2 മേജർ തിയറീസ് ഓഫ് ഇന്റലിജൻസ്. അഗെയിൻ ഇത് ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് ഇന്റലിജൻസ് എന്നാണ് 3 തിയറീസ് വിശദമായിട്ട് പറയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാം. എക്സ്പ്ലെയിൻ ദ റെലവൻറ്റ് ഓഫ് പ്രൊജക്റ്റീവ് മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റിയുടെ പ്രൊജക്റ്റീവ് ടെക്നിക്സ് അത് എന്തിന് മെഷർ ചെയ്യും? എന്താണ് പ്രൊജക്റ്റീവ് മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി? വാഗ് ആയിട്ടുള്ള അംബിഗീഷ്യസ് ആയ കാണിച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞു. അതിനെപ്പറ്റി കഥ പറയാനായിരിക്കും, അതെന്താണെന്ന് പറയാനായിരിക്കും. അങ്ങനെ പറയാൻ പറഞ്ഞ് അതിലൂടെ ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നതിനെയാണ് പ്രൊജക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ റോഷാർട്ട് ഇൻക്ലൂഡ് ടെസ്റ്റ്, ഡ്രോയമാൻ ടെസ്റ്റ്. അതായത് നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചിട്ട്, വാഗായിട്ട് അപ്ലിക്കേഷൻസ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിച്ചിട്ട് അതിലൂടെ നമ്മുടെ പേഴ്സണാലിറ്റിനെ അളക്കുന്ന മെഷേഴ്സ് ആണ് നമ്മുടെ പ്രൊജക്റ്റീവ് മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന റോഷാർക്ക് ഇൻക്ലൂഡ് ടെസ്റ്റ് ഒക്കെയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2023 ആണ്. ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്റലിജൻസ് എന്താണെന്ന് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ 3 തിയറീസും നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് എന്താണ്? അതായത് നിങ്ങളെ കുറിച്ച് നിങ്ങളോട് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതിലൂടെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയോ ഇന്റലിജൻസോ അളക്കുന്ന ടെസ്റ്റിനെയാണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ്. അപ്പൊ സന ഷെറിൻ, അപ്പൊ സനയുടെ പേഴ്സണാലിറ്റി എനിക്ക് അളക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഞാൻ എടുത്തിട്ട് അത് സനയ്ക്ക് തന്നിട്ട് സന ഓരോ ക്വസ്റ്റ്യനും വായിച്ച് ആൻസർ ചെയ്യണം. അതാണ് സെൽഫ് റിപ്പോർട്ട്. സന തന്നെ സനനെ പറ്റിയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരാണ്. ആ ഒരു ക്വസ്റ്റ്യനെയർ ഞാൻ സ്കോർ ചെയ്തിട്ട് സന സെൽഫ് റിപ്പോർട്ടിനനുസരിച്ചിട്ട് സനയുടെ പേഴ്സണാലിറ്റി ഞാൻ പറയാണ്. അതാണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി. വൺ ഓഫ് ദി മേജർ സൈക്കോളജിക്കൽ ടെസ്റ്റസിൽ വരുന്ന കാറ്റഗറീസ് ആണ്. ഒന്ന് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി, രണ്ടാമത്തത് പ്രൊജക്റ്റീവ് മെഷേഴ്സ്. ഇനി ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഭിരുചിയാണ് കേട്ടോ ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് എന്തിലാണോ എന്താ പറയുക ടേസ്റ്റ് ഉള്ളത് അതിനെയാണ് അല്ലെ. ഇപ്പൊ അതിന്റെ സൈക്കോളജി ആണോ എഞ്ചിനീയറിംഗ് ആണോ, അങ്ങനെ നമുക്കുള്ള അഭിരുചി കണ്ടെത്തുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. കളക്റ്റീവ് അൺകോൺഷ്യസ്. കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് കാൾ യുങ്ങിന്റെ ആണ്. യുങ്ങിന്റെ പ്രിൻസിപ്പിൾ ആണ്. കാൾ യുങ്ങിന്റെ പ്രകാരം നമുക്ക് 2 അൺകോൺഷ്യസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് പേഴ്സണൽ അൺകോൺഷ്യസും ഒന്ന് കളക്റ്റീവ് അൺകോൺഷ്യസും. എന്താണ് പേഴ്സണൽ അൺകോൺഷ്യസ്? അത് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തന്നെ അൺകോൺഷ്യസ്. എന്താ? നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മൾ ഓർക്കാൻ താല്പര്യപ്പെടാത്ത, നമുക്ക് റെലവന്റ് ഇല്ലാത്ത നമ്മുടെ തന്നെ ഓർമ്മകള് നമ്മൾ കൊണ്ടുപോയി അൺകോൺഷ്യസ് കുഴിച്ചിടുന്നതാണ് പറയുന്നത്. പിന്നെ നമുക്ക് അവിടേക്ക് ആക്സസ് ഇല്ല. പിന്നീട് എന്താണ്? ഡ്രീമിലൂടെ, ഫ്രോയിഡിന്റെ പ്രകാരം ഡ്രീമിലൂടെയോ അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദി ടങ്ങിലൂടെയോ
ഡ്രീം അനാലിസിസിലൂടെയൊക്കെയാണ് അത് പുറത്തു വരുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അൺകോൺഷ്യസ് എന്താണ്? ഞാൻ ചെറിയ കേസ് പറയാം. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ക്ലിനിക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അവർ ഹസ്ബൻഡ് പറയാണ്, എനിക്ക് ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ്, ഞാൻ കരഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇമോഷണലി നോക്കുകയാണെങ്കിൽ ഭാര്യയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്, ഭാര്യയുടെ ഭയങ്കര സ്നേഹമാണ്, ഒക്കെയാണ്. സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. പരീക്ഷണാടിസ്ഥാനം ഇവരെ ലാബിൽ വെച്ചിട്ട് ഒരു കോൾ ഗേളുമായിട്ട് സെക്സ് ചെയ്യിപ്പിച്ചു. അപ്പൊ അയാൾക്ക് പെയിനില്ല. അപ്പൊ മനസ്സിലായി സെക്സിനോടല്ല, ഒരു ഫിഗർ, ഏതോ ഒരു ഫിഗറിനോടാണ് ഇയാൾക്ക് പ്രശ്നമെന്നുള്ളത്. അങ്ങനെ വീണ്ടും ഇയാളുടെ സൈക്കോ അനാലിസിസിലൂടെ ഡ്രീം അനാലിസിസും അതുപോലെ തന്നെ സ്ലിപ്പ് ഓഫ് ദി ടങ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ വ്യക്തി കുഞ്ഞായിരിക്കുന്നു, 1-2 വയസ്സുള്ള. അപ്പം അമ്മയുടെ കൂടെയും അച്ഛന്റെയും കൂടെ ആയിരുന്നു കിടന്നുറങ്ങാറുള്ളത്. അപ്പൊ അച്ഛൻ അമ്മയെ സെക്സ് ചെയ്യല് ഭയങ്കര പെയിൻ ആയിട്ടായിരുന്നു. അപ്പം ഈ പെയിൻ കൊണ്ട് അമ്മ കരയുമായിരുന്നു. ഈ അമ്മയുടെ കരച്ചിൽ ഈ കുഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ അമ്മ കരയുന്ന, അത് അച്ഛൻ ഉപദ്രവിച്ചിട്ട് അമ്മ കരയുന്ന നമുക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പൊ അയാളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇറേസ് ആയിട്ട് ഇയാളുടെ അൺകോൺഷ്യസിൽ ഇത് പോയി കണ്ടു. ഈ കുഞ്ഞ് വലുതായി, കല്യാണം കഴിച്ചു. പിന്നെ അത് വന്ന് നോക്കിക്കേ, ആ ആള് ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത്. അതായത് അമ്മ അനുഭവിച്ച ആ പെയിൻ അൺകോൺഷ്യസ് കിടന്നിട്ടാണ് അവിടെ അയാൾക്ക് ആ പെയിനിലേക്ക്. ഇതാണ് ഫ്രോയിഡ് പറഞ്ഞത്. അതായത് നമ്മുടെ തന്നെ ഓർമ്മകൾ, നമുക്ക് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത, നമുക്ക് റെലവെന്റ് അല്ലാത്ത നമ്മുടെ തന്നെ ഓർമ്മകൾ നമ്മുടെ മൈൻഡ് കൊണ്ട് അൺകോൺഷ്യസിൽ കുഴിച്ചു. പിന്നെ നമുക്കത് ഓർമ്മയുണ്ടാവില്ല, ഓർത്തെടുക്കാനും പറ്റില്ല. പക്ഷെ അത് അവിടെ കിടന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ ഫ്രോയിഡിന്റെ ഈ അൺകോൺഷ്യസും യൂങ്ങിന്റെ പേഴ്സണൽ അൺകോൺഷ്യസും സെയിം ആണ്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? പറഞ്ഞു മക്കളെ, ഓക്കെ ആണോ? ഇനിയാണ് വാട്ട് ഇസ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് കളക്റ്റീവ് അൺകോൺഷ്യസ്? യുങ് പറഞ്ഞു നമുക്ക് ഈ പേഴ്സണൽ അൺകോൺഷ്യസ് അല്ലാണ്ട് കളക്റ്റീവ് അൺകോൺഷ്യസ്, അതായത് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ ഏറ്റുവാങ്ങുന്ന അൺകോൺഷ്യസ് ആണ് കളക്റ്റീവ് അൺകോൺഷ്യസ്. നമ്മൾ മനുഷ്യരല്ല, അതായത് ഹോമോസാപ്പിയൻസിന് മുന്നേ എന്താണ് കുറെ പൂർവികരുണ്ടായിരുന്നല്ലോ നമുക്ക്. അതിനെന്തോന്ന് പറയല്ലോ, ഒരു മിനിറ്റ്. ഇതാണല്ലോ നമ്മുടെ എവല്യൂഷൻ ആയിട്ട് പറയുന്നത്. അതായത് ഇങ്ങനെ, അതായത് ഹോമോസാപ്പിയൻസിന് മുന്നേ ഉള്ള പൂർവികരിൽ നിന്ന് നമ്മൾക്ക് കുറച്ച് ട്രൈബ്സ് ഒക്കെ ഇൻഹെറിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ആക്കവർ നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുക, ശ്രദ്ധിച്ചു നോക്കുക, നമ്മൾ ഇങ്ങനെ, അതായത് അതൊരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് മനുഷ്യന് മുന്നേ, അതായത് നമ്മുടെ പൂർവികരിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസ് കിടപ്പുണ്ട് എന്നാണ്. അതൊരിക്കലും മനുഷ്യന്, നമ്മളെ മുതുമുത്തച്ഛന്മാരെന്നല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പിക്ചർ എന്നെ എടുത്ത് കാണിച്ചു തരുന്നത്. ഹോമോസാപ്പിയൻസിന് മുമ്പുള്ള നമ്മുടെ എവല്യൂഷണറി ട്രൈബ്സിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടപ്പുണ്ടെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കാൾ യുങ് പറഞ്ഞു. അതാണ് കളക്റ്റീവ് കോൺഷ്യസ്. ഇനി സോഴ്സ് ആൻഡ് സർഫസ് ട്രൈറ്റ് എന്താണ് ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫിക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ സെക്ഷൽ സ്റ്റേജസിൽ വരുന്നതാണ്. ഫ്രോയിഡിന്റെ പ്രകാരം നമുക്ക് 5 സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഓറല്, ആനല്, ഫാലിക്, ലാറ്റൻസി, ജെനിറ്റൽ ആണല്ലോ. ഓരോ പ്രായത്തിലും ഓരോ എറോജീനിയസ് സോൺ ഉണ്ട്. അതായത് ഒരു അവയവം എറോജീനിയസ് സോൺ ആയിരിക്കും. അതിന് ആവശ്യത്തിന് പ്ലഷർ ലഭിക്കണം. ആ ആവശ്യത്തിനുള്ള പ്ലഷർ കുറയുകയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന അവസ്ഥയെയാണ് അദ്ദേഹം ഫിക്സേഷൻ എന്ന് വിളിച്ചത്. ഈ ഫിക്സേഷൻ ഭാവിയിൽ നമുക്ക് മാനസിക രോഗമോ പ്രശ്നമോ ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സ്റ്റേജ് ഓറൽ സ്റ്റേജ് ആണല്ലേ. കുഞ്ഞു കുട്ടികൾക്ക് ഓറൽ സ്റ്റേജിൽ മൗത്താണ് എറോജീനിയസ് സോണ്. അവിടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്? ബ്രസ്റ്റ് ഫീഡിങ്, സക്ക് ചെയ്യുന്നതിലൂടെയാണ്.
ഇവിടെ 6 മാസം വരെ മുലപ്പാൽ തന്നെ കുട്ടിക്ക് കൊടുക്കണം. 6 മാസം വരെ മുലപ്പാൽ തന്നെയാണ്. പക്ഷെ 5 വയസ്സ് കഴിഞ്ഞ 5 മാസം കഴിഞ്ഞ് 5.5 മാസം ഒക്കെ എത്തുമ്പോഴേക്കും സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. 5.5 മാസത്തില് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് അതിന്റെ ഒരു കണക്ക്. ഇവിടെ എപ്പോഴാണ് ഓറൽ സ്റ്റേജിൽ ഫിക്സേഷൻ വരാ? 3 മാസമൊക്കെ ആവുമ്പോൾ ചിലവര് കൊടുക്കും, പാല് കൊടുക്കാതെ നേരെ സോളിഡ്സിലേക്ക് പോകും. അപ്പൊ അവിടെ എന്തായി? ഈ പ്ലഷർ കുറയും, അതായത് സക്കിങ് എന്നുള്ള കാര്യം കുറയും. അത് പാടില്ല. പിന്നെ 6 മാസത്തിന് ശേഷവും പാലന്നെ കൊടുത്തോണ്ടിരിക്കുക, സോളിഡ്സ് കൊടുക്കുന്നില്ല, അവിടെയും ഫിക്സേഷൻ വരും. കേട്ടോ? അതായത് 6 മാസം വരെ സക്കിങ്ങിലൂടെ കുട്ടി ആ പ്ലഷർ കണ്ടെത്തണം. അതിൽ 5.5 മാസം ആവുമ്പോൾ നമ്മൾ പതുക്കെ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം. പതുക്കെ 5.5 മാസത്തിലേക്ക് നമുക്ക് വേവിച്ച ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 6 മാസത്തിന് ശേഷം നമുക്ക് കുറുക്കുകളൊക്കെ കൊടുത്താൽ മതി. അപ്പൊ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഫുഡിലും ഇതൊക്കെ വേവിച്ച് നമുക്ക് ആപ്പിള് വേവിച്ചു കൊടുക്കാം, ബനാന, അവിടെ അങ്ങനെ തുടങ്ങാം. അപ്പോഴെന്തായി? അതിന് കൂടെ പാല് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായി? ആ ഒരു ഫിക്സേറ്റഡ് ആവാതെ മുന്നോട്ട്. ചിലർ ചെയ്യുന്നത് പാല് കുറച്ചിട്ട് 3.5 മാസം 3 മാസം കുറുക്ക് കൊടുത്തൊക്കെ തുടങ്ങും. അവിടെയും ഫിക്സേഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. അല്ല, 6 മാസം കഴിഞ്ഞിട്ട് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല അവിടെയും. അതായത് ഓരോ സമയം ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതായത് ഈ എറോജീനിയസ് സോൺ ഏതാണ്, അത് ഓവർ ഗ്രാറ്റിഫൈഡ് ആവാനും പാടില്ല, അണ്ടർ ഗ്രാറ്റിഫൈഡ് ആവാനും പറ്റില്ല. ഓവർ ഗ്രാറ്റിഫിക്കേഷനും അണ്ടർ ഗ്രാറ്റിഫിക്കേഷനും നമ്മൾ എത്തിക്കുന്ന അവസ്ഥയാണ് എന്ത്? ഫിക്സേഷൻ എന്ന് പറയും. ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണെന്ന് പറ. നിങ്ങൾ എന്താ മിണ്ടാത്ത? മനസ്സിലാവുന്നില്ലേ? വെരി ഗുഡ്. ഇനി IQ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്റലിജന്റ് കോഷ്യന്റ് ആണ് IQ. IQ എന്ന് പറയുന്നത് ഇന്റലിജന്റ് കോഷ്യന്റ് ആണ്. എങ്ങനെയാണ് IQ കണ്ടെത്താം? മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. എന്താണ് മെന്റൽ ഏജ്? അതായത് നമ്മൾ ഒരു IQ ടെസ്റ്റ് നടത്തി ആ കുട്ടിക്ക് ആ ടെസ്റ്റിൽ കിട്ടുന്ന സ്കോർ പ്രകാരമുള്ള ഏജ് ആണ് മെന്റൽ ഏജ്. ആ കുട്ടിയുടെ യഥാർത്ഥ വയസ്സാണ് ക്രോണോളജിക്കൽ ഏജ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് വെഷ്ലർ ചെയ്തിട്ട് ആ കുട്ടിക്ക് സ്കോർ പ്രകാരം ആ കുട്ടിക്ക് 8 വയസ്സിന്റെ ബുദ്ധിയാണ് ഉള്ളത്, അല്ലെങ്കിൽ 8 വയസ്സിന്റെ. ഫിക്സേഷൻ ഫുൾ സ്റ്റേജസ് സ്പീഡ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ 3ലും രണ്ടാമത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഫിക്സേഷനെ പറ്റി ഞാൻ പറയുന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഫിക്സേഷൻ മാത്രമല്ല, സൈക്കോഡൈനാമിക്സ് കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. അതിന്റെ നോട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി പഠിക്കുകയാണെങ്കിൽ സൈക്കോഡൈനാമിക്സ് എവിടുന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ വെഷ്ലർ ചെയ്തപ്പോ ആ കുട്ടിയുടെ സ്കോർ പ്രകാരം ആ കുട്ടിക്ക് 8 വയസ്സിന് എന്തുണ്ട്? ബുദ്ധിവികാസമാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് ശരിക്കും 12 വയസ്സായിട്ടുണ്ട്. അതായത് ക്രോണോളജിക്കൽ ഏജ് 12 ആണ്. അത് ബയോളജിക്കൽ കൂടി 12 ഇൻറ്റു 100. ഇതാണ് IQ എന്ന് പറയുന്നത്. IQ എന്താന്ന് ചോദിക്കുന്ന സമയത്ത് ആ IQ എന്നുള്ള ടെർമിനോളജി കൊണ്ടത് ലൂയിസ് ടെർമാൻ ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ എഴുതാൻ നിർബന്ധമായിട്ടും നോക്കണം. ഇനി ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആരാണ്? കാൾ റോജറിന്റെ ടെർമിനോളജി ആണ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആണ്. കാൾ റോജർ പറഞ്ഞത് നമുക്ക് റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഉണ്ട് എന്നാണ്. എന്താണ് റിയൽ സെൽഫ്? ഞാൻ ആരാണോ ആവാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഉള്ളിൽ ഒരു അഫയുണ്ട്, ഞാൻ എന്താണെന്നുള്ളൊരു അഫ, അതാണ് എന്റെ റിയൽ സെൽഫ്, ഞാൻ ആഗ്രഹിക്കുന്ന അഫ. പക്ഷെ ഐഡിയൽ സെൽഫ് എന്ന് വെച്ചാൽ സമൂഹത്തിന് വേണ്ടി, എന്റെ ഉപ്പയ്ക്ക് വേണ്ടിയില്ല. ഇപ്പൊ ഞാന് രാത്രി ഒറ്റയ്ക്ക് പോകാത്ത എന്റെ ഉപ്പനെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപ്പക്ക് ഇഷ്ടമില്ലാതെ ആയിരിക്കും. ഞാൻ എഞ്ചിനീയറിംഗ് പോയത് എന്റെ ഉപ്പയുടെ ഇഷ്ടം കൊണ്ടായിരിക്കാം. അതൊക്കെ ഐഡിയൽ സെൽഫാണ്. സമൂഹത്തിന്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഞാൻ, അതാണ് ഐഡിയൽ സെൽഫ്. അപ്പം ഒരു കുട്ടിയുടെ ഉള്ളിൽ അവർക്ക് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, എന്നിട്ട് സ്വന്തം പാരന്റ്സിന് ട്രിപ്പ് കൊണ്ടാവണം. ഇതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്ക്. അതൊക്കെ അവരുടെ റിയൽ സെൽഫ് ആണ്. പിന്നെ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവണമെന്നാണ്. ഐഡിയൽ സെൽഫിൽ എന്താ കിടപ്പുള്ളത്? കല്യാണം കഴിഞ്ഞു മക്കളെ നോക്കണം, മക്കൾക്ക് ഞാൻ തന്നെ കൂടെ വേണം, സോ ഞാൻ ജോലിക്കൊന്നും പോകാൻ പാടില്ല, എല്ലാവരും എന്നെ എന്തെങ്കിലും എന്റെ കുട്ടീനെ വീട്ടിൽ വെച്ച് ജോലിക്ക് പോയാൽ ഞാനൊരു മോശപ്പെട്ട അമ്മയാവും എന്നൊക്കെ വിചാരിച്ച് അത് ഐഡിയൽ സെൽഫാണ്. അപ്പൊ ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും നമ്മൾ ഇൻകോൺഫിഡന്റ് ആവും. അതായത് ഇപ്പൊ കേട്ടോ, അയാളുടെ ആഗ്രഹം എന്തെങ്കിലും സ്വന്തമായിട്ട് ജോലി ചെയ്യുക, അതുപോലെ തന്നെ പിന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാം, സ്വന്തം പാരന്റ്സിനെ നോക്കുക, അതൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന എന്താ? വീട്ടമ്മയായിട്ട് മക്കളെ നോക്കിയിട്ടിരിക്കുക. ഇവിടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും നമ്മൾ ഇൻകോൺഫിഡന്റ് ആണ്.
അപ്പൊ എന്തെങ്കിലും ത്രെട്ടണിങ് സിറ്റുവേഷൻ വന്നാൽ, ഇപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ത്രെട്ടണിങ് സിറ്റുവേഷൻ വന്നാൽ സൈക്കോസിസിലേക്ക് ന്യൂറോസിസിലേക്ക് എത്തിക്കുമെന്നാണ് റോജർ പറഞ്ഞത്. ഇനി ആരാണ് ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ? ഈ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും കോൺഗ്രൻസ് ആയിട്ട് ഇരിക്കുന്നവർ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഉള്ളിൽ എന്താണോ അത് പുറമെ ആണെങ്കിൽ നമ്മൾ ഹെൽത്തി പേഴ്സണാലിറ്റി ആയിരിക്കും. ആ ഹെൽത്തി പേഴ്സണാലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ എന്ന്. ഈഗോ ഡിഫൻസ് മെക്കാനിസം, ഇഡും സൂപ്പർ ഈഗോ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാരണം ഈഗോ എടുക്കുന്ന സ്ട്രാറ്റജിയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഒരുപാടെണ്ണം കേട്ടോ. റിപ്രഷൻ, സപ്രഷൻ, ഡിനയല്, ഡിസ്പ്ലേസ്മെന്റ്, റാഷണലൈസേഷൻ, റിയാക്ഷൻ ഫോർമേഷൻ ഒക്കെ പറഞ്ഞിട്ട് വിശദമായിട്ട് ആ വീഡിയോയിലിട്ട് കണ്ടു നോക്കാം. അപ്പൊ ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് ചോദിച്ചാൽ 2 മാർക്കിന് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് എഴുതാം. 1-2 എക്സാമ്പിൾ എഴുതാം, ബാക്കിയുള്ളതിന്റെ പേരെങ്കിലും എഴുതാൻ വേണ്ടി. ഇനി ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ എബവ് ആവറേജ് IQ, I think 130 to 140 IQ ഉള്ളവരെയാണ് വാഷ്ബേൺ ആണെന്ന് തോന്നുന്നുണ്ട് ആ ടേം പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് എബവ് ആവറേജ്, ഞാൻ നോക്കി പറഞ്ഞു തരാം. എബവ് ആവറേജ് ഇന്റലിജൻസ് ഉള്ളവരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് എന്ന് വിളിക്കുന്നത്. എബവ് ആവറേജ് individuals, especially children who demonstrate exceptional level of intellectual ability, creativity or talent far above average for their age group. അവരുടെ ഏജ് ഗ്രൂപ്പിനെക്കാൾ ഒത്തിരി മുകളിലായിട്ട് ഇന്റലിജൻസ് കാണിക്കുന്നവരാണ് നമ്മൾ എന്തെന്ന് പറയാ, ഗിഫ്റ്റഡ് എന്ന് പറയുന്നത്. ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് എന്ന് പറയുന്നത്. അതായത് ഹൈ IQ, ഡീപ്പ് റീസണിങ് അബിലിറ്റി ആൻഡ് ഫാസ്റ്റ് ലേണിംഗ് പേസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അവർ ഭയങ്കരമായിട്ട് എന്താ പറയാ, പെട്ടെന്ന് പഠിക്കും, നല്ല IQ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ടേം ആരാ കോയിൻ ചെയ്തെന്ന് പറഞ്ഞ കേട്ടോ. അത് എഴുതി വെച്ചാൽ മാർക്ക് കുറച്ചുകൂടെ കിട്ടും. വാഷ്ബേൺ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു ലേഡിയാണ്, ഇതിൽ നോക്കുന്നില്ല, ഒന്നും കൂടെ ഒരു ലേഡിയായിരുന്നു. ഹോളിംഗ്വർത്ത്, വാഷ്ബേൺ അല്ല, ലെറ്റ സ്റ്റെല്ലർ ഹോളിംഗ്വർത്ത്. ലെറ്റ സ്റ്റെറ്റർ ഹോളിംഗ്വർത്ത്. നമുക്ക് പിന്നെ കുറച്ച് സ്ത്രീ ജനങ്ങളെ നമ്മുടെ സൈക്കോളജിയിൽ മെയിൻ ആയിട്ടുള്ളൂ. ഒന്ന് വാഷ്ബേൺ ഉണ്ട്, ഒന്ന് നമ്മുടെ ലെറ്റ സ്റ്റെറ്റർ ഹോളിംഗ്വർത്ത് ഉണ്ട്, അതുപോലെ ഒന്ന് നമ്മുടെ കാരൻ ഹോണി. ഇവരൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് വാഷ്ബേൺ ഫസ്റ്റ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഫസ്റ്റ് ലേഡി പ്രസിഡന്റ് ആണ് എന്ന് തോന്നുന്നു നമ്മുടെ വാഷ്ബേൺ. അപ്പോ ഇന്റലക്ച്വലി ഗിഫ്റ്റഡ് എന്നുള്ള പേര് കൊടുത്തത് ലെറ്റ സ്റ്റെറ്റർ ഹോളിംഗ്വർത്ത്. കൂടി എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ ആണല്ലോ? പറഞ്ഞു ഓക്കെ ആണോന്ന്? ഓക്കെ. ഇനിയാണ് 5 മാർക്ക് ക്വസ്റ്റ്യന്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അത് അറിയാലോ, കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസ് ആണ്. പക്ഷെ അത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് അത്രത്തോനെ എഴുതാനുണ്ടാവില്ല 5 മാർക്ക്. അപ്പൊ സൈക്കോഡൈനാമിക്സ് എന്താണെന്നും ഇൻഡിഗോ സൂപ്പർ ഈഗോ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടും പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യനേഴ്സ് ആൻഡ് ഇൻവെന്ററീസ് ചോദിച്ചിട്ടുണ്ട്. ഐസെങ്ങിന്റെ ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ മെഷർമെന്റ്സ് ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ഇൻ ഇന്റലിജൻസ്. കണ്ടോ, ഇന്റലിജൻസിന് ഹെറിഡിറ്ററിയുടെ എൻവയോൺമെന്റിന്റെ റോൾ എന്താണ്? എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് ഇന്റലിജന്റ് ടെസ്റ്റ്. എല്ലാ ടെസ്റ്റും എഴുതണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. 5 മാർക്കിൽ അപ്പൊ ഓരോന്നും 2 3 പോയിന്റ്സ് എഴുതിയാൽ മതി. തേഴ്സ്റ്റൺസ് പ്രൈമറി മെന്റൽ അബിലിറ്റീസും ചോദിച്ചിട്ടുണ്ട്. ഇത് വീഡിയോയിലുണ്ട് കേട്ടോ, തേഴ്സ്റ്റൺസ് പ്രൈമറി മെന്റൽ അബിലിറ്റീസ്. ഇനി ഡിസ്കസ് ദ ഹ്യൂമനിറ്റീസ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. ഇതിന്റെ ക്ലാസ് എൻ്റെ അടുത്ത് ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബ് കിടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ഇട്ടുതരാം. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്.
ഇനി ഇമോഷണൽ ഇന്റലിജൻസ് തിയറികളും ചോദിച്ചിട്ടുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹ്യൂമനിസ്റ്റിക്കും കൂടി ഞാൻ ഇട്ടതാണ്, വിശദമായിട്ട് പറയുന്ന ക്ലാസ്സസ് ഉണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി മൊറാലിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് 2023 മൊറാലിറ്റി പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. ജി ഫാക്ടർ എന്താണ്? നമുക്ക് ജി ഫാക്ടർ ജനറൽ ഫാക്ടർ ആണ്, എസ് ഫാക്ടർ സ്പെസിഫിക്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഫാക്ടർ, എല്ലാവർക്കും എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം, നടക്കാൻ അറിയാം, അതൊക്കെ ജി ഫാക്ടർ ആണ്. എനിക്ക് മാത്രമായിട്ടുള്ള സ്പെസിഫിക് ട്രൈബ്സിനെയാണ് സ്പെസിഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഓട്ടോണോമി ചോദിച്ചിട്ടുണ്ട്. സെൽഫ് ആക്ച്വലൈസേഷൻ, അത് നമ്മുടെ ആരുടെയാണ് സെൽഫ് ആക്ച്വലൈസേഷന്? അബ്രഹാം മാസ്ലോയുടെയാണ്. അദ്ദേഹത്തിന്റെ നീഡ്സിന്റെ പിരമിഡിലെ ഏറ്റവും 5ാമത്തെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ബയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്, നീഡ് ഫോർ സെൽഫ് എസ്റ്റീമും കഴിഞ്ഞ് നമ്മൾ എത്തുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളിത് നമ്മളായിട്ട് ജീവിക്കും. നമുക്ക് ഇപ്പൊ മഴ പെയ്തു, അയ്യോ പനി പിടിക്കുക ഒന്നും അറിയാതെ ആ മഴ ആസ്വദിക്കാൻ എനിക്കിപ്പോ തോന്നി, ഞാൻ ആ നിമിഷം ആസ്വദിക്കുകയാണ്. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ജീവിക്കാം, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന്. ഇനി ആർക്കി ടൈപ്സ് ആണ്. നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസ് നേരത്തെ പറഞ്ഞില്ലേ, അതിലുള്ള കുറച്ച് പ്രിമോളിയൽ ഇമേജസിനെയാണ് ആർക്കി ടൈപ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ കുറച്ച് ഇമേജസ് ഉണ്ട്, അതിനെയാണ് ആർക്കി ടൈപ്സ് എന്ന് പറയുന്നത്. അനിമ, അനിമസ്, ഷാഡോ, പേഴ്സോണ, അതുപോലെ ദ സെൽഫ്, അങ്ങനെയൊക്കെയുള്ള 4-5 ആർക്കി ടൈപ്സ് പറയുന്നുണ്ട്. EPQ ഐസൺസ് പേഴ്സണാലിറ്റി ക്വസ്റ്റനെയർ ആണ്. വൺ ഓഫ് ദി സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ടു ടെസ്റ്റ് പേഴ്സണാലിറ്റി ആണ് EPQ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ എഴുതാനായി ശ്രമിക്കുക. ആപ്റ്റിറ്റ്യൂഡും പ്രൊജക്റ്റീവ് ടെസ്റ്റും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എറോസ് ആൻഡ് തനാറ്റോസ്, നമ്മുടെ പിന്നെ 2 ഇൻസ്റ്റിങ്റ്റുകളാണ്. ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എറോസ് എങ്കിൽ, ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് തനാറ്റോസ് എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത് കാൾ റോജറിന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയിൽ അദ്ദേഹം പറയുന്ന ഒരു ടെർമിനോളജിയാണ്. അതായത് നമ്മൾ എടുത്ത് വരുന്ന പേഷ്യന്റിനെ അൺകണ്ടീഷണലി അക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുക. അവരേത് ജാതി, ഏത് മതം, ഏത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഒന്നും നമ്മൾ ജഡ്ജ് ചെയ്യാതെ അവരായിട്ട് നമ്മൾ ഉൾക്കൊള്ളുന്നതിനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. തെറാപ്പിയിൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരെയും അങ്ങനെ ഉൾക്കൊള്ളണം എന്നാണ്. നീ എന്റെ മകളാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അത് കണ്ടീഷണൽ റിഗാർഡാണ്. നീ എന്റെ ഭാര്യയാണ്, നീ എന്റെ ഭർത്താവാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാവുള്ളതൊക്കെ കണ്ടീഷണൽ ആണ്. ഒരു കണ്ടീഷനും കൂടാതെ നമ്മളെ സ്നേഹിക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് റിഗാർഡ് തരുന്നതിനെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. ലാറ്റൻസി 4th സ്റ്റേജ് ഓഫ് സൈക്കോസെക്ഷൽ സ്റ്റേജ് ആണ്. ഈ ലാറ്റൻസി സ്റ്റേജിൽ ഒരു പ്രത്യേകത ഉണ്ട്. എറോജീനിയസ് സോൺ ഇല്ലാത്ത ഒരു സ്റ്റേജ് ആണ് ലാറ്റൻസി സ്റ്റേജ്. അതായത് പിന്നെ ഓറൽ സ്റ്റേജിൽ മൗത്ത് ആണെങ്കിൽ ആനൽ സ്റ്റേജിൽ ആനസ് ആണ്. ഫാലിക് സ്റ്റേജിൽ സ്വന്തം ജെനിറ്റൽസ് ആണ്. പിന്നെ ജെനിറ്റൽ സ്റ്റേജിൽ മറ്റൊരാളുടെ ജെനിറ്റൽസ് ആണ് എറോജീനിയസ് സോൺ. പക്ഷെ ലാറ്റൻസി പീരിയഡിൽ മാത്രം ഒരു സ്പെസിഫിക് എറോജീനിയസ് സോൺ ഇല്ല. ആ സമയത്ത് കൂട്ടുകൂടുക, സോഷ്യലൈസ് ചെയ്യുക, അതാണ് അവരുടെ ഡെവലപ്മെന്റ്. അതായത് നല്ല സമപ്രായക്കാരുടെ കൂടെ, അത് സെയിം സെക്സുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക, സോഷ്യലൈസ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ആ സമയത്ത് ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺ ആയിട്ട് വരും. അപ്പൊ എഴുതി വെക്കുമ്പോൾ പറയാം, എറോജീനിയസ് സോൺ ഇല്ലാത്ത ഒരു സ്റ്റേജ് ആണ് അത് ലാറ്റൻസി. അടുത്തത് വെഷ്ലറിന്റെ സ്കെയിലാണ് ചോദിച്ചിട്ടുള്ളത്. വൺ ഓഫ് ദി ഇന്റലിജൻസ് സ്കെയിലാണ്, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. വെഷ്ലറിൽ 7 വെർബൽ ടെസ്റ്റും 7 നോൺ വെർബൽ ടെസ്റ്റും ആണുള്ളത്. അതിന്റെ പേരുകൾ പഠിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. അത് എഴുതി വെച്ചാലാണ് ഫുൾ മാർക്ക്. ഇനി 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്. ഈ ഇന്റലിജൻസ് തിയറിയൊക്കെ ഏത് വന്നു കഴിഞ്ഞാലും ഇന്റലിജൻസ് എന്താണെന്ന് എഴുതുക, അതുപോലെ IQ എന്താണ് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് മാത്രം എഴുതുക. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ബൈ യുങ്. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ബൈ യുങ്ങില് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. പേഴ്സണൽ അൺകോൺഷ്യസും കളക്റ്റീവ് അൺകോൺഷ്യസും ആണ് ഉള്ളത്. ഗാർഡനേഴ്സ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി വീഡിയോയിലുണ്ട്. സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററീസ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ചോദിച്ചിട്ടുണ്ട്. മാസ്ലോസ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, മാസ്ലോയുടെയും റോജറിന്റെയും ചേർത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ടുതരാം കേട്ടോ. എക്സ്ട്രീംസ് ഓഫ് ഇന്റലിജൻസ്,
എക്സ്ട്രീംസ് ഓഫ് ഇന്റലിജൻസ് എന്താണ്? ഒന്ന് MR അല്ലെങ്കിൽ ID, ഇന്റലക്ച്വൽ ഡിസേബിൾഡ്, അതാണ് ഒരു എക്സ്ട്രീം. അതായത് ബിലോ ആവറേജ് IQ വരുന്നതാണ് ഒരു എക്സ്ട്രീം. രണ്ടാമത്തെ എക്സ്ട്രീം ഗിഫ്റ്റഡ്നെസ് ആണ്. സോ എക്സ്ട്രീം ചോദിച്ചാണെങ്കിൽ എന്താണ് ഇന്റലിജൻസ് എന്നും അതിന്റെ റേഷ്യോസ് ഒക്കെ എഴുതിയ ശേഷം രണ്ട് എക്സ്ട്രീംസ് ആണുള്ളത്. ഒന്ന് ഇന്റലക്ച്വലി ഡിസേബിൾഡ് അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ. പണ്ട് അതിനെ മെന്റൽ റിട്ടാർഡേഷൻ എന്നാണ് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിനെ ഗിഫ്റ്റഡ്നെസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഫ്രോയിഡ്സ് വ്യൂ ഓൺ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി. സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഏതാണ്? ഇൻഡ് ഈഗോ, സൂപ്പർ ഈഗോ ആണെങ്കിലും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കൂടി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ്. ഇനി ഡിസ്കസ് ട്രൈറ്റ് ആൻഡ് ടൈപ്പ് അപ്രോച്ചസ്. ട്രൈറ്റ് അപ്രോച്ചസ് ഉണ്ട്, ടൈപ്പ് അപ്രോച്ചസ് ഉണ്ട്. അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഇന്റലിജൻസ് ടെസ്റ്റിന്റെ എവല്യൂഷൻ. ആദ്യം ആരായിരുന്നു ഇന്റലിജൻസ് ടെസ്റ്റിലേക്ക് വന്നത്? സർ ഫ്രാൻസിസ് ഗാൾട്ടൺ അല്ലേ? ഗാൾട്ടൺ ആണ് ആദ്യമായിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അതായത് ഇന്റലിജൻസ് ഒക്കെ പാരമ്പര്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകളൊക്കെ ഉണ്ടാക്കി. അതുവരെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ ടെസ്റ്റുകൾ സെൻസേഷൻ പെർസെപ്ഷൻ ഒക്കെ ഉള്ള ടെസ്റ്റുകളായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു ആ ടെസ്റ്റുകളൊക്കെ. പക്ഷേ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ, അതായത് ചാൾസ് ഡാർവിന്റെ, എവല്യൂഷണറി തിയറിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള ചാൾസ് ഡാർവിന്റെ കസിൻ ആയിരുന്നു സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. അദ്ദേഹം ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ആ ഒരു കണ്ടുപിടുത്തം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാന്നുള്ളൊരു വാതിൽ തുറന്നിട്ട്, ശരിക്കും അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു വാതില് അദ്ദേഹമാണ്. അതായത് ഇന്റലിജൻസ് ഫാമിലി ട്രീയിൽ റൺ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത്. സെൻസേഷൻ പെർസെപ്ഷൻ ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റസ് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലും there is a room for intelligent test എന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് ഫ്രാൻസിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ആൽഫർഡ് ബിനറ്റും സൈമൺസും ചേർന്നിട്ട് ആദ്യമായിട്ടുള്ള ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഒരു ചരിത്രമാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞേ. വെരി ഗുഡ്. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഡിഫൈൻ ഇന്റലിജൻസ് ചോദിച്ചിട്ടുണ്ട്. ചീഫ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ചോദിച്ചിട്ടുണ്ട്. അഗെയിൻ സെൽഫ് ആക്ച്വലൈസേഷൻ, കളക്റ്റീവ് അൺകോൺഷ്യസ്, ഐസെൻസ് പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ, പ്രൊജക്റ്റീവ് ടെസ്റ്റ്, പ്രൊജക്ഷൻ. പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഒരു ടെസ്റ്റ് ആണെങ്കിൽ പ്രൊജക്ഷൻ എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. മാറിപ്പോയത് കേട്ടോ. IQ ചോദിച്ചിട്ടുണ്ട്. അൺകണ്ടീഷണൽ പോസിറ്റിവിറ്റികൾ കണ്ടോ. 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ പലതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈഗോ ഡിഫൻസ് മെക്കാനിസം, വെഷ്ലസ്. ഇനി 5 മാർക്കായിട്ട് ചോദിച്ചിട്ടുള്ളത് ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ചോദിച്ചിട്ടുണ്ട്. ട്രയാർക്കിക് അപ്രോച്ച് ടു ഇന്റലിജൻസ് ചോദിച്ചിട്ടുണ്ട്. ഐസൻസ് ഡയമെൻഷൻ ഓഫ് പേഴ്സണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഗാർഡനേഴ്സിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ചോദിച്ചിട്ടുണ്ട്. റോൾ ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് ഇൻ ഇന്റലിജൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മാസ്ലോന്റെ അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ചോദിച്ചിട്ടുണ്ട്. തേഴ്സ്റ്റന്റെ പ്രൈമറി മെന്റൽ അബിലിറ്റീസ്. മെയിൻ ആയിട്ടും ഐസെന്റും തേഴ്സ്റ്റനും ഗാർഡനറും ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രയാർക്കിക് ആണോ. ഇനി ഡിസ്കസ് ദ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, തിയറി ഓഫ് ഇമോഷണൽ ഇന്റലിജൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞേ. ഓരോ കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പാർട്ട് ഫ്രം ദ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. ഇതിലും കൂടുതൽ മനസ്സിലാവുന്ന വീഡിയോസ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഹ്യൂമനിസ്റ്റിക്കും കൂടെ ഇട്ടുതരാം കേട്ടോ. ഹ്യൂമനിസ്റ്റിക്കും കൂടെ ഞാൻ അയച്ചുതരാം. അതുപോലെ 1-2 ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്കിൽ സൈക്കോളജി പാസ് ആവാനുള്ള കുറെ എലമെന്റ്സ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും 1-2 കൂടി അപ്ലോഡ് ചെയ്തരാം. നിങ്ങൾക്ക് ഇപ്പം ഇന്ന് 3-ാം തീയതി ഇന്നും നാളെയൊക്കെ ആയിട്ട് കണ്ടാൽ തന്നെ അടിപൊളിയായിട്ട് എക്സാം എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ക്ലാസ്സും കൂടി വരും. അത് എക്സാമിന്റെ തലേദിവസമോ അല്ലെങ്കിൽ തലേദിവസമായിട്ട് നമുക്ക് ഈ റോൾ ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഇന്റലിജൻസ് പോലെയുള്ള കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പെട്ടെന്ന് മനസ്സിലാവാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? അതുപോലെ MSc-കാരുടെ പേഴ്സണാലിറ്റിയുടെ ഫസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ട്. അതിൽ ടൈപ്പ് അപ്രോച്ച് ചെയ്ത ട്രൈറ്റ് അപ്രോച്ച് ചെയ്തത് വിശദമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം. കാരണം ടൈപ്പും ട്രൈറ്റ് ഒക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ അപ്ലോഡ് ചെയ്ത് MSc-കാരതാണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. പാസ്സാവുള്ള എലമെന്റ്സ് ഒക്കെയും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഇഷ്ടായോ ക്ലാസ് ഒക്കെ? യെസ് മാം, നല്ല ക്ലാസ് ആയിരുന്നു.
സൈക്കോളജി പഠിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു കോൺസെപ്റ്റ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ആ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി, ഞാൻ അതൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂലേ, ആ രീതിക്കാണ് എപ്പോഴും സൈക്കോളജി പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പില് എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എനിക്ക് എഴുതി അയക്കോ? അയക്കാമോ? പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എഴുതി അയക്കണം. അപ്പോ അത് കാണുമ്പോഴാണല്ലോ എനിക്ക് കൂടുതൽ ക്ലാസ് എടുത്ത് തരാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് വരാം. ഓക്കെ, അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അത് ഇറ്റ്സ് മീ ഓഫ് അബ്ദുള്ള. Signing off. Bye. Take care.